നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുമ്പോൾ നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ മൂന്നാമത്തെ കേസിന്റെ നിജസ്ഥിതി എന്തെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ആ കേസിനെ കുറിച്ചുള്ള ചില സംശയങ്ങളും ആ കേസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വസ്തുതകളും നമ്മൾ ചർച്ചയാക്കേണ്ടതുണ്ട്, നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ MLA ആണ്. നേരത്തെ തന്നെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കേൾപ്പിച്ച ആളാണ്. പക്ഷെ എങ്കിലും ഒരു യുവാവ് എന്ന നിലയിൽ അതൊക്കെ പറ്റിപ്പോയതായിരിക്കാം എന്ന് കരുതി ജനങ്ങൾ ക്ഷമിച്ചതാണ്. ഇപ്പോഴും ജനങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. മൂന്നാമത്തെ ഇപ്പോഴത്തെ ഒരു പീഡന കേസ്, അത് വളരെ, അതായത് അതീവ രഹസ്യമായി സൂക്ഷിച്ചിട്ട് വളരെ പെട്ടെന്ന് എല്ലാവരും മാറിപ്പോയതിനു ശേഷം ഇരുചെവി അറിയാതെ, അതായത് ഡ്രൈവറും സഹായിയും എല്ലാം പോയ ശേഷം നേരെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇരുചെവി അറിയാതെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്യലും. അത് കൊണ്ടുപോയ ദിവസം ശ്രദ്ധിക്കണം, ശനിയാഴ്ച രാത്രി. ഒരു കാരണവശാലും പിറ്റേന്ന് കോടതിയിലോ മറ്റോ പോകാൻ കഴിയാത്ത ദിവസം, അത്തരത്തിലുള്ള ദിവസം. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പരാതി കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ പരാതി പ്രകാരം ശരിക്കും അന്വേഷണം നടന്നതുകൊണ്ടാണ് അറസ്റ്റ് വൈകിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിലും അതീവ രഹസ്യമായ കാര്യങ്ങൾ നടന്നതുകൊണ്ട് അതിൽ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു മൂന്നാമത്തെ കേസിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും ചില വ്യക്തതകൾ വരാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ രണ്ട് കേസിലും നാണം കെട്ടിട്ടുള്ള ഈ സർക്കാരും പോലീസും മൂന്നാമതൊരു കേസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതായത് നമുക്കറിയാം 10-16 ദിവസം രാഹുലിന്റെ പിന്നാലെ പോലീസ് നടന്നു, എന്നിട്ട് കിട്ടിയില്ല. ഒളിവിലായിരുന്നു. പോലീസിന് 7 അയലത്ത് പോകാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ തന്നെ ഹോസ്ദുർഗ് വെച്ച് പിടിയിലായി എന്നും ഇതേ ഇപ്പോ കോടതിയിൽ കൊണ്ടുവരുന്നുവെന്നും കോടതി റിമാൻഡ് ചെയ്യാൻ പോകുന്നെന്നും ഏത് ജയിലിലാണ് കിടക്കുന്നത് എന്ന് വരെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് മാത്രം ആരും അറിഞ്ഞിരുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ പോലീസിനുണ്ടായ നാണക്കേട്, കേരളത്തിലെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോലീസ് സംവിധാനത്തിന് ഒരു MLA കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ നാണക്കേടായിരുന്നു. ഏതായാലും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ശേഷം ഹൈക്കോടതി നോട്ട് അറസ്റ്റ് വച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗപ്രവേശനം ചെയ്തു. അപ്പോൾ തന്നെ ഒരു മൂന്നാമത് പരാതി മണത്തിരുന്നു. മറ്റു പല ഭാഗത്തും ചില പരാതികളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നു. പക്ഷെ ആ പരാതികളൊന്നും പിന്നെ ഇറങ്ങി വന്നതായി കണ്ടില്ല. എന്നാൽ ആ ഭാഗത്തു നിന്നും അല്ലാതെ മറ്റൊരു ഭാഗത്ത് നിന്നാണ് മൂന്നാമത്തെ പരാതി വന്നിട്ടുള്ളത്. ആ പരാതി അതീവ രഹസ്യമായാണ് പോലീസ് കൊണ്ടു നടന്നതും ഈ അറസ്റ്റിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്നതും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നതും. എനിക്ക് ചോദിക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് തന്ത്രി കണ്ഠരര് രാജീവര് അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് യഥാർത്ഥ സ്വർണ്ണക്കള്ള കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ, അല്ലെങ്കിൽ ജനശ്രദ്ധ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും ശബരിമല കൊള്ളക്കേസിൽ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഏതൊക്കെ പ്രഗത്ഭരിലേക്കാണ് ആ കേസ് ചെന്ന് എത്താൻ സാധ്യത ഉള്ളത് എന്നുമൊക്കെ നമുക്കറിയാം. അതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ കേസിന്റെ പോക്ക് പോകുന്നത് കണ്ടിട്ട് അത് ശരിയല്ല. കാരണം തങ്ങളുടെ MLA അകത്താണ്, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അകത്താണ്, മറ്റു പല സഖാക്കളിലേക്ക് ഇനിയും ചെന്ന് എത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രിയിലേക്ക് പോലും, കടകംപള്ളിയിലേക്ക് പോലും ആ കാര്യം എന്നെത്തുന്നു, അറസ്റ്റ് ചെന്നെത്തുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, കണ്ഠരര് രാജീവര് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മൗന അനുവാദം കൊടുത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉടമ തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കാവൽക്കാരൻ എന്ത് പറയാനാ? ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി അതോടൊപ്പം തന്നെ പുതിയ ചില വകുപ്പുകളൊക്കെ ചേർക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കേസ് തേച്ചു മാച്ച് കളയാനാണ് എന്നുകൂടി മനസ്സിലാക്കണം. അതേ സ്ഥാനത്ത് അതൊരു വിവാദമായി വരുന്ന സമയത്താണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലും ഈ കേസിലും അത്ര ശുദ്ധത പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ആഗ്രഹം നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ദിവസം ജയിലിലാക്കുക എന്ന് പറഞ്ഞാൽ വക്കീലിനെ അറിയിക്കാൻ പറ്റിയില്ല, ഈ കേസ് വന്നു എന്നുള്ളവരെ അറിഞ്ഞില്ല, FIR ഇട്ടെന്ന് അറിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു വിധത്തിലുള്ള പ്രതിരോധമോ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു ശ്രമമോ ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. അതീവ രഹസ്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാഹുലിന് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കോടതി തുറന്നു കഴിഞ്ഞാൽ ജാമ്യം കിട്ടി പുറത്തു വരുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ജയിലിലാക്കാൻ സാധിച്ചു എന്നത് അവരുടെ ഒരു നേട്ടം തന്നെയാണ്. ഇനി അതായിരിക്കും പറയുക ജയിലിലായത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ജട്ടി കേസിൽ ഇവിടെ ഒരു MLA സ്ഥാനം പോയി. അത് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ആ ജട്ടി കേസിൽ MLA സ്ഥാനം പോകുമ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിൽ തടി വടി പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ പിടിക്കാനായി പോലീസ് പിന്നാലെ നടന്നിട്ടും അയാൾക്കെതിരെ പെണ്ണ് കേസുകൾ നിരന്തരം കൊടുത്തിട്ടും പല ആരോപണങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം പോകാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അയോഗ്യനാക്കാനും അല്ലെങ്കിൽ എം.എൽ.എ സ്ഥാനം നഷ്ടപ്പെടുത്താനും നിർബന്ധിച്ച് രാജിവെപ്പിക്കാനും അല്ലെങ്കിൽ പ്രഷർ ചെലുത്താനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം, ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ നേതാവിന് പറ്റിയിട്ടുള്ള നാണക്കേട് മറയ്ക്കാൻ, ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പറ്റിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ, അതിനുവേണ്ടിയാണോ ഈ നാടകം എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റു ചില വാർത്തകളാണ്, ചില പത്രവാർത്തകളാണ്. ആ പത്രവാർത്തകളിൽ മനസ്സിലാകാത്ത ചില കാര്യം, മനോരമയിൽ വന്നൊരു വാർത്തയാണ്, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി, കരഞ്ഞു നിലവിളിച്ചിട്ടും വിട്ടില്ല. ഗർഭിണിയായപ്പോൾ അവഗണിച്ചു. സഹോദരിയുടെ കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. വലിയ ബന്ധങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ഭീഷണി തുടർന്നു. രാഹുലിനെതിരെ പരാതി നൽകിയവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നും വിദേശത്ത് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഒരു സൈക്കോ ക്രിമിനലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 3 പരാതിയിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഗർഭിണിയാകണം, അതായത് വിവാഹിതയായ യുവതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടമിടുന്നത്. അത്തരത്തിലുള്ള യുവതികളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഗർഭിണിയാകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലൊരു തോന്നൽ വരാണെന്നുണ്ടെങ്കിൽ അതൊരു കുഴപ്പം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് വരാൻ തക്കവണ്ണം എന്ത് ബന്ധമാണ് അല്ലെങ്കിൽ എന്ത് വിശ്വാസമാണ് അവർ തമ്മിലുള്ളത്? നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഒരു പെൺകുട്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റാക്ക് ഒരു അക്ഷരം മിണ്ടാതെ, ഒരു വാക്കുപോലും പറയാതെ നേരെ കവിഴ്ന്നങ്ങോട്ട് വീണ് കടിച്ച് വലിച്ചു കീറി അറ്റാക്ക് ചെയ്ത് ആക്രമിച്ചു, ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു സംഭവം നടക്കും? അതിനൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു റാപ്പോ ബിൽഡിംഗ് എവിടെയും ഉണ്ട്. ആ റാപ്പോ ബിൽഡ് ചെയ്ത ശേഷമേ കാര്യങ്ങൾ നടക്കൂ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവസരത്തിന് കാത്തു നിൽക്കുകയാണ് ചെയ്യുക. അല്ലാതെ ആദ്യത്തെ അവസരത്തിൽ തന്നെ കടിച്ചു കീറുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. മാത്രമല്ല, അത്തരത്തിൽ കടിച്ചു കീറിയതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് പല വിധത്തിൽ സഹായം ചെയ്തു കൊടുക്കുക, സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, ഫ്ളാറ്റ് എടുക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക, ഇത്യാദി കർമ്മങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഒന്നിലധികം അല്ലെങ്കിൽ ധാരാളം, ഒരുപക്ഷെ ഇനിയും പലതും പുറത്തു വരാനുണ്ടാകും, അത്തരത്തിലുള്ള യുവതികളുമായും വിവാഹിതരും അല്ലാത്തവരുമായിട്ട് പലരുമായി ബന്ധമുണ്ട് എന്നതിന്റെ ന്യായമായ സംശയം ഇവിടെ ഉണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂച്ച എന്നുള്ളത് ഇവിടുത്തെ ഉദ്ദേശമല്ല. ഈ കേസിന്റെ ചില സംശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു, തുപ്പി, കരഞ്ഞു നിലവിളിച്ചിട്ടും വിട്ടില്ല, ഗർഭിണിയായപ്പോൾ അവഗണിച്ചു. അതായത് അന്ന് അപ്പൊ തന്നെ ഗർഭിണിയാണെന്ന് അറിയുന്നല്ല. ഇത് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതും. അന്നൊന്നും ഇത്തരത്തിൽ യാതൊരു പരാതിയും കൊടുത്തില്ല. പിന്നെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാക്കുന്നത്? സൈബർ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തതിനു ശേഷമാണ് ഇവിടെ സൈബർ ആക്രമണങ്ങൾ, അത്തരത്തിൽ കേസ് ഫയൽ ചെയ്ത യുവതിക്കെതിരെ ഉണ്ടാകുന്നത്. അത് ഇതുവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് തന്നെ, ഇത്തരം കേസുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ യുവതിക്ക് കേസുകൾ ഫയൽ ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അതെന്തുകൊണ്ട് ചെയ്തില്ല? ആ ചോദ്യം പ്രസക്തമല്ലേ? അത് പ്രസക്തമാണ് എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം വാർത്ത തുടരുന്നത് രാഹുലിനെതിരെ പരാതി നൽകിയവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയത് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നവർക്ക് സൈബർ ആക്രമണം നേരിടാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തയിൽ ചില സംശയങ്ങളും ചില ദുരൂഹതകളും ഉണ്ട്. വാർത്തയുടെ തുടർന്ന ഭാഗത്തിലും സംശയമുണ്ട്. വിവാഹം കഴിക്കാമെന്ന് രാഹുൽ നിരന്തരം വാഗ്ദാനം ചെയ്തിരുന്നു. 2024 ഏപ്രിൽ 8 എന്നെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. റൂം ബുക്ക് ചെയ്യുന്നത് എന്തിനാണെന്നും റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്നും ഞാൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണെന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് സെൽഫി എടുക്കാൻ വരുമെന്നും രാഹുൽ പറഞ്ഞു. ഞാൻ മുറി ബുക്ക് ചെയ്തു. ഒറ്റയ്ക്കാണോ എന്ന് ഹോട്ടൽ ജീവനക്കാർ ചോദിച്ചപ്പോൾ കൂടെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലുകാർ നടത്തിയ ഫോമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എഴുതാതെ രാഹുൽ BR എന്നെഴുതി. ഞാൻ ID കാർഡ് കൊടുത്തു. രാഹുലിന്റെ ID കാർഡ് അവർ ചോദിച്ചു. ആള് വന്നിട്ട് കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞ ശേഷം റൂമിൽ ചെന്ന് കാത്തിരുന്നു. രാഹുൽ എത്തിയപ്പോൾ റിസപ്ഷനിൽ ID കാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നീ വണ്ടിയാണോ എന്നും എന്റെ പേര് കൊടുത്താൽ ആളുകൾ ശ്രദ്ധിക്കില്ല എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ആ ഹോട്ടലിൽ ആദ്യം എത്തിയത് യുവതിയാണ്. അവിടെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുന്നില്ലോ, യുവതിക്കറിയാം. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അപകടമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പൊട്ടിയാണോ ഈ പറയുന്ന പരാതിക്കാരി എന്ന് എനിക്കറിയില്ല. ചെന്ന് തലവെച്ചു കൊടുക്കരുത്, ഒരു യുവതിയും തലവെച്ചു കൊടുക്കരുത്. അത് എത്ര പദവിയുള്ളവനായാലും, എത്ര വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്നവനായാലും, എത്ര സ്വാധീനമുള്ളവനായാലും അവനവന്റെ ജീവിതം സേഫ് ആക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ആരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അത് രാഹുൽ മാങ്കൂട്ടമായാലും ആര് തന്നെയായിരുന്നാലും. ഏതായാലും 2024 ഏപ്രിൽ 8 ഈ സംഭവം നടക്കുന്നതെന്ന് അത് പറയുന്നുണ്ട്.
2024 ഏപ്രിൽ 8 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു കേസോ വിവാദമോ മറ്റു കാര്യങ്ങളോ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഒരു സൈബർ ആക്രമണമോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ല. അതാണ് പിന്നെ ഇതിലേക്ക് ഒരു സംശയത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ചില വാർത്തകൾ മറ്റു പല ഭാഗങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പല ചാനലുകളിലും പല ന്യൂസ് പോർട്ടലുകളിലും അതുപോലെ പത്രങ്ങളിലുമൊക്കെ വാർത്ത വരുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നും ഗർഭിണിയായ സമയത്ത് ഗർഭഛിദ്രം നടത്താൻ പറഞ്ഞുവെന്നും DNA ടെസ്റ്റ് നടത്താൻ പറഞ്ഞപ്പോൾ അത് സമ്മതിക്കില്ല എന്നും തന്റെ കുട്ടിയല്ല എന്നും താൻ കണ്ടണക്ക് കൂട്ടിക്കെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബുദ്ധിമതിയായ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി അവളുടെ ഭ്രൂണം അതെടുത്ത് സൂക്ഷിച്ചിരുന്നുവെന്നും ഡോക്ടർ ആയതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് വിവരവും ബോധവും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം എല്ലാം DNA പരിശോധനയ്ക്ക് മറ്റും സമർപ്പിച്ചിട്ടുണ്ട് എന്നും വ്യക്തമായ തെളിവുകളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഞാൻ ഇത്തരത്തിൽ ബന്ധം നടത്തിയത് എന്ന്. അത് ഓക്കെ, അതൊരു സമ്മതിച്ചേക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊരു കുരുക്കാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ആ സ്ത്രീ തെളിയിക്കേണ്ടി വരും, അവർക്കും അതൊരു പ്രശ്നമാകും. അവർക്കും പല കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. വലിയ വാർത്തകളാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നടക്കാൻ പോകുന്നത്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രാഹുലിന്റെ എടുപിടി എന്നുള്ള അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസിൽ മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ നേരത്തെ പോലീസിന് പറ്റിയിട്ടുള്ള നാണക്കേടും അതെല്ലാം മറയ്ക്കാൻ കൂടി ഉള്ളതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രഥമ ദൃഷ്ട്യ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ കേസിൽ കുറ്റക്കാരനല്ല എന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ആളും മനുഷ്യനും അറിയാതെ, ആരും അറിയാതെ, എല്ലാവരും മാറിയതിനു ശേഷം ഇരു ചെവി അറിയാതെ ഒരു MLA അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ആ രംഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ചിത്രം മനസ്സിൽ കാണുമ്പോൾ അങ്ങനെ ആദ്യ കാഴ്ചയിൽ പറയാൻ പറ്റുന്നുള്ളൂ. Different angles. Don't forget to subscribe and support this channel.